അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗാരോ ജനവിഭാഗത്തെക്കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇസ് തറഹ് സാരെ ഗാരു ആ ഭാഗം മുതലാണ്. इस तरह सारे गारू एक साथ मिलकर हिमालय की तराई को पार करते हुए ब्रह्मपुत्र नदी की वादी की जानिब बढ़े. इस तरह ഇപ്രകാരം സാരെ ഗാരു എല്ലാ ഗാരു ജനങ്ങളും ഇസ് തറഹ് ഇപ്രകാരം സാരെ ഗാരു എല്ലാ ഗാരു ജനങ്ങളും ഏക് സാത്ത് മിൽക്കർ ഒരുമിച്ച് കൂടിയിട്ട് ഹിമാലയ കി തറായിക്കോ ഹിമാലയത്തിൻ്റെ താഴ്വര ഹിമാലയ തറായിയോ എന്ന് പറഞ്ഞാൽ ഹിമാലയം പർവ്വതനിരകൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹിമാലയ കി തറായിക്കോ ഹിമാലയത്തിൻ്റെ താഴ്വര പാർ കർത്തേ ഹുയെ മുറിച്ച് കടന്നിട്ട് ബ്രഹ്മപുത്ര നദി കി വാദി കി ജാനിബ് ബ്രഹ്മപുത്ര നദിയുടെ മലഞ്ചെരുവിൻ്റെ ഭാഗത്ത് ബ്രഹ്മപുത്ര നദി കി വാദി കി ജാനിബ് ബ്രഹ്മപുത്ര നദിയുടെ മലഞ്ചെരുവിൻ്റെ താഴ്വരയുടെ ഭാഗത്ത് ബഡെ ചെന്നു. ബഡെ എന്ന് പറഞ്ഞാൽ ചെന്നു, നീങ്ങി എന്നൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങോട്ട് നീങ്ങി. ഇസ് തറഹ് സാരെ ഗാരു ഏക് സാത്ത് മിൽക്കർ ഇപ്രകാരം സാരു ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഹിമാലയ കി തറായിക്കോ പാർ കർത്തേ ഹുയെ ഹിമാലയത്തിൻ്റെ താഴ്വര മുറിച്ച് കടന്നിട്ട് ബ്രഹ്മപുത്ര നദി കി വാദി കി ജാനിബ് ബഡെ ബ്രഹ്മപുത്ര നദിയുടെ മലഞ്ചെരുവിൻ്റെ ഭാഗത്തേക്ക് ചെന്നു. വഹ് അപ്നെ സാമാൻ ഘോഡെ ജാൻവർ വഗൈറ അപ്നെ സാത്ത് ലേക്കർ ചൽ രഹേ തെ. അവർ അപ്നെ സാമാൻ തങ്ങളുടെ സാധനങ്ങളും സാമഗ്രികളും ഘോഡെ കുതിരകളും ജാൻവർ മൃഗം വഗൈറ അതല്ലാത്തതും അപ്നെ സാത്ത് തങ്ങളുടെ കൂടെ ലേക്കർ എടുത്തിട്ട് ചൽ രഹേ തെ സഞ്ചരിച്ചിരുന്നു. വഹ് അപ്നെ സാമാൻ അവർ തങ്ങളുടെ സാധനങ്ങളും ഘോഡെ കുതിര ജാൻവർ മൃഗം വഗൈറ അതല്ലാത്തതും അപ്നെ സാത്ത് ലേക്കർ തങ്ങളുടെ കൂടെ എടുത്തിട്ട് ചൽ രഹേ തെ സഞ്ചരിച്ചിരുന്നു. कभी कभी महीनों चलते रहते और कहीं कहीं बरसों ठहरे रह जाते. പലപ്പോഴും മഹീനോ മാസങ്ങളോളം ചലത്തെ രഹത്തെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഔർ കഹീം അവിടെ ഇവിടെ ബർസവും വർഷങ്ങളോളം ടഹരെ രഹജാത്തെ താമസിച്ചു കൊണ്ടിരുന്നു. ഒന്നുകൂടെ പറയാം. കബി പലപ്പോഴും മഹീനോ മാസങ്ങളോളം ചലത്തെ രഹത്തെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഔർ കഹി അവിടെ ഇവിടെ അവിടെ ഇവിടെ ബർസോ വർഷങ്ങളോളം ടഹിരെ രഹജാത്തെ താമസിച്ചു കൊണ്ടിരുന്നു. മുദ്ദത്തോം വഹ് ഇസി തറഹ് സഫർ കർത്തേ രഹേ ഔർ ഹിമാലയ കി വാദിയോ മേം ഘൂംതേ രഹേ. മുദ്ദത്തോം കാലങ്ങളോളം വഹ് അവർ ഇസി തറഹ് ഇപ്രകാരം മുദ്ദത്തോം കാലങ്ങളോളം വഹ് അവർ ഇസി തറഹ് ഇപ്രകാരം സഫർ കർത്തേ രഹേ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഔർ ഹിമാലയ കി വാദിയോമേ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഗോംതേ രഹേ കറങ്ങിക്കൊണ്ടേയിരുന്നു. ചുറ്റിക്കറങ്ങുക, ഗോംന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. അപ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. മുദ്ദത്തോം കാലങ്ങളോളം വഹ് അവർ ഇസി തറഹ് പ്രകാരം സഫർ കർത്തേ രഹേ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു, യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അവർ ഹിമാലയ കി വാദിയോമേ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഘൂംതേ രഹേ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ഓക്കെ. ജലൻപ ഔർ ബുംഗീപ ജലൻപായും ബുംഗീപ്പായും നമ്മുടെ ആ മഹത് വ്യക്തിത്വങ്ങളുണ്ടല്ലോ, രണ്ടുപേര് ജലൻപ ബുംഗീപ്പ. അവർ അപ്നെ സാത്തിയോം കോ തങ്ങളുടെ കൂട്ടാളികൾക്ക് തങ്ങളുടെ കൂട്ടുകാർക്ക് ഹമേശ എപ്പോഴും ആകെ ബഡ്നേക്ക് മുന്നോട്ട് പോകാനുള്ള
തർഗീബ് ദി, പ്രചോദനം നൽകി. അപ്പോൾ ജലൻപായും ബുങ്കിപ്പായും അപ്നെ സാത്തിയോം കോ, തങ്ങളുടെ കൂട്ടാളികൾക്ക്, കൂട്ടുകാർക്ക്, ഹമേശ എപ്പോഴും, ആകെ പഠനെ മുന്നോട്ട് പോകാനുള്ള, ആകെ പഠനയ്ക്ക് മുന്നോട്ട് പോകാനുള്ള തർഗീബ് എന്ന് പറഞ്ഞാൽ പ്രചോദനം, മോട്ടിവേഷൻ, പ്രചോദനം നൽകി. തർഗീബ് ദി, പ്രചോദനം നൽകി. അടുത്ത പാരഗ്രാഫ് നോക്കാം. बरसों के तकलीफ द सफ़र के बाद गारू कबीला आसाम के मैदानी जंगलों में आ पहुंचा. ബർസോം കെ, വർഷങ്ങളുടെ, തക്ലീഫ് ദ എന്ന് പറഞ്ഞാൽ പ്രയാസം നിറഞ്ഞ, തക്ലീഫ് പ്രയാസം, തക്ലീഫ് ദ പ്രയാസം നിറഞ്ഞ. ബർസോം കെ, വർഷങ്ങളുടെ, തക്ലീഫ് ദ സഫർ കെ, പ്രയാസം നിറഞ്ഞ യാത്രയുടെ, ബാദ് ശേഷം, സഫർ കെ ബാദ് യാത്രയുടെ ശേഷം. അപ്പോൾ പ്രയാസം നിറഞ്ഞ യാത്രയുടെ ശേഷം ഗാരു കബീല, ഗാരു സമൂഹം, ആസാം കെ മൈതാനി ജംഗലോമേം, ആസാമിൻ്റെ മൈതാനി ജംഗലോ, മൈതാനി ജംഗലോ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കാടുകൾ, അത് സമതലക്കാടുകൾ എന്നൊക്കെ പറയാം മലയാളത്തിൽ. ഓക്കെ, മൈതാനി ജംഗലോ, സമതലക്കാടുകളിൽ, ആസാം കെ മൈതാനി ജംഗലോമേം, ആസാമിൻ്റെ സമതലക്കാടുകളിൽ ആ പഹുഞ്ച എത്തിച്ചേർന്നു. ബർസോം കെ, വർഷങ്ങളുടെ, തക്ലീഫ് ദ സഫർ കെ ബാദ് പ്രയാസം നിറഞ്ഞ യാത്രയുടെ ശേഷം, ഗാരു കബീല, ഗാരു സമൂഹം, ആസാം കെ മൈതാനി ജംഗലോമേം ആ പഹുഞ്ച, ആസാമിൻ്റെ സമതലക്കാടുകളിൽ എത്തിച്ചേർന്നു. കഹാ ജാതാ ഹെ ക ഉൻകാ പഹ്ലാ പടാവോ കോച്ച് വിഹാർ കെ ജംഗിൽ മേ പടാ. കഹാ ജാത്താ ഹെ, പറയപ്പെടുന്നു. എന്തെന്നാൽ എന്താണ് പറയപ്പെടുന്നത്? ഉൻകാ പഹ്ലാ പടാവോ, അവരുടെ ആദ്യ ഇറങ്ങിയ സ്ഥലം, പടാവോ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ സ്ഥലം. അപ്പോൾ ഉൻക, അവരുടെ ഈ ഗാരു സമൂഹത്തിൻ്റെ, പഹ്ലാ പടാവോ ആദ്യമായിട്ട് അവർ ഇറങ്ങിയ സ്ഥലം, കോച്ച് വിഹാർ കെ ജംഗിൽ മേ, കോച്ച് വിഹാറിൻ്റെ ജംഗിൽ, കാട്ടിൽ, കോച്ച് വിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. കോച്ച് വിഹാർ കെ ജംഗിൽ മേ, കോച്ച് വിഹാറിൻ്റെ കാട്ടിൽ പട സംഭവിച്ചു. അപ്പോൾ ആദ്യമായിട്ട് അവർ ഇറങ്ങിയത് കോച്ച് വിഹാറിൻ്റെ കാട്ടിലായിരുന്നു. ഉസ് ജമാനെ മേ കോച്ച് വിഹാർ पर ആസാം കെ രാജാ का कब्जा था. ഉസ് ജമാനെ മേ, ആ കാലഘട്ടത്ത്, കോച്ച് വിഹാർ पर, കോച്ച് വിഹാർ, ആസാം കെ രാജ, ആസാമിലെ രാജാവിൻ്റെ, ആസാം കെ രാജാവിൻ്റെ, കബ്സാത്ത രാജാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ കോച്ച് വിഹാർ എന്ന സ്ഥലം ആസാം രാജാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. കബ്സ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം, ഒരു പിടി, അവരുടെ ആ രാജാവിൻ്റെ പിടിയിലാവുക, ആ നിയന്ത്രണത്തിലാവുക എന്നൊക്കെ പറയാം. ഓക്കെ, ഉസ്നെ ഗാരു കബീലേക്കോ ആകെ പഠനെ സെ റുക് ദിയ. ഉസ്നെ, അദ്ദേഹം, ഈ രാജാവ്, ഗാരു കബീലേക്കോ, ഗാരു സമൂഹത്തെ, ആകെ പഠനെ സെ മുന്നോട്ട് വരുന്നതിൽ നിന്ന്, രുക് ദിയ തടഞ്ഞു. റുക് ദിയ പറഞ്ഞാൽ തടഞ്ഞു. അപ്പോൾ ആസാമിലെ രാജാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ കോച്ച് വിഹാർ ഉണ്ടായിരുന്നത്. അപ്പോൾ കോച്ച് വിഹാറിൽ നിന്ന് മുന്നോട്ട് വരുന്നതിനെ, ഉസ്നെ, അദ്ദേഹം, ഈ രാജാവ്, ഗാരു കബീലേക്കോ, ഗാരു സമൂഹത്തെ, ആകെ ബഡ്നേസെ മുന്നോട്ട് വരുന്നതിൽ നിന്ന്, റുക് ദിയ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. ഗാരു കബീല പഹ്ലേസെ ഹി അമ്ന് പസന്തത്ത, നമ്മൾ പാഠത്തിൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു അല്ലേ, അവർ അമ്ന് പസന്തായിരുന്നു, അഥവാ സമാധാനത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അപ്പോൾ ഗാരു കബീല, ഗാരു സമൂഹം, പഹ്ലേസേഹി ആദ്യം മുതൽ തന്നെ, പഹ്ലേസേഹി ആണെങ്കിൽ ആദ്യം മുതൽ തന്നെ, അമ്ന് പസന്തത്ത, അവർ സമാധാനം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഗാരു കബീല പഹ്ലേസേഹി അമ്ന് പസന്തത്ത, അവർ ആദ്യം മുതൽ തന്നെ സമാധാനം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഉസ്നെ ലഡായി കാ രാസ്ത നഹി അപ്നായ. ഉസ്നെ, അവർ, ഈ ഗാരു സമൂഹക്കാർ, ആളുകൾ, ലഡായി കാ രാസ്ത, ലഡായി എന്ന് പറഞ്ഞാൽ തമ്മിലടി, തർക്കം. അപ്പോൾ തർക്കത്തിൻ്റെ രാസ്ത വഴി, തർക്കത്തിൻ്റെ വഴി, നഹീം അപ്നായ സ്വന്തമാക്കിയിരുന്നില്ല. അപ്പോൾ അവർക്ക് തർക്കത്തിൻ്റെ വഴി അറിയുമായിരുന്നില്ല, അത് സ്വീകരിച്ചിരുന്നവരായിരുന്നില്ല എന്നർത്ഥം. ഉസ്നെ, അവർ, ലഡായി കാ രാസ്ത,
തർക്കത്തിൻ്റെ വഴി നഹി അപ്നായ സ്വന്തമാക്കിയിരുന്നില്ല. ജലൻപ ഔർ ബുങ്കിപ്പാനെ, അപ്പോൾ നമ്മൾ പറയപ്പെട്ടിരുന്ന ആ മഹത് വ്യക്തികളായ ജലൻപായും ബുങ്കിപ്പായും അവർ ആസാം കെ രാജാ സെ ബാത്ചീത് കർക്കെ ഉനേം സംജായ, ആസാമിൻ്റെ രാജാവിനോട് ബാത്ചീത്ത് എന്നാൽ സംസാരിക്കുക. അപ്പോൾ ബാത്ചീത് കർ സംസാരിച്ചിട്ട്, ഒന്നുകൂടെ വായിക്കാം. ജലൻപ ഔർ ബുങ്കിപ്പാനെ, ജലൻപായും ബുങ്കിപ്പായും ആസാം കെ രാജാസെ, ആസാമിലെ രാജാവിനോട് ബാത്ചീത് കർ സംസാരിച്ചിട്ട്, ബാത്ചീത് കർക്കെ ഉനേം അവരെ അദ്ദേഹത്തെ സംജായ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അവര് ഒരു തർക്കത്തിനോ ഒരു അടിക്കോ പിടിക്കോ ഒന്നും നിന്നില്ല. അവരെന്ത് ചെയ്തു? സംസാരിച്ചിട്ട് അവരെ അമ്ന പസന്തായിരുന്നു, അഥവാ സമാധാനം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളായ ആര് ജലൻപായും ബുങ്കിപ്പായും രാജാവിനോട് സംസാരിച്ചിട്ട് അവരെ മനസ്സിലാക്കി കൊടുത്തു. ഔർ രാജാ ഉനേം രാസ്ത ദേനെ കെ ലിയെ റാസി ഹോ ഗയ, രാജാവ് ഉനേം അവർക്ക് രാസ്ത വഴി ദേനെ കെ ലിയെ നൽകാൻ വേണ്ടി, അപ്പോൾ ഉനേം രാസ്ത ദേനെ കെ ലിയെ അവർക്ക് വഴി നൽകാൻ വേണ്ടി റാസി ഹോ ഗയ സമ്മതിച്ചു. റാസി ഹോ ഗയ എന്നാണ് തൃപ്തിപ്പെട്ടു, സമ്മതിച്ചു എന്നൊക്കെ അർത്ഥം. ഔർ രാജാവ് ഉനേം അവർക്ക് രാസ്ത ദേനെ കെ ലിയെ വഴി നൽകാൻ വേണ്ടി റാസി ഹോ ഗയ സമ്മതിച്ചു. उसकी शादी एक गारू लड़की से करवा दी गई और इस तरह माहौल खुशगवार हो गया. उसकी ഷാദി, അദ്ദേഹത്തിൻ്റെ കല്യാണം, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ ഷാദി കല്യാണം, ഏക് ഗാരു ലഡ്കീസെ ഒരു ഗാരു പെൺകുട്ടിയുമായി, ഒരു ഗാരു പെൺകുട്ടിയുമായി കറുവാദിഗൈ നടത്തപ്പെട്ടു. അപ്പോൾ ആ രാജാവിൻ്റെ കല്യാണം ഒരു ഗാരു പെൺകുട്ടിയുമായിട്ട് നടത്തപ്പെട്ടു. ഔർ ഇസ് തറഹ് ഇപ്രകാരം, മാഹൗൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ, എന്താ പറയുക, സിറ്റുവേഷൻ, ചുറ്റുപാട് എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടുത്തെ ചുറ്റുപാട് ഇസ് തറഹ് ഇപ്രകാരം, മാഹൗൽ ചുറ്റുപാട്, ആ സിറ്റുവേഷൻ ഖുശ്ഗുവാർ ഹോ ഗയ എന്ന് പറഞ്ഞാൽ സന്തോഷഭരിതമായി. അപ്പോൾ അവസ്ഥകളൊക്കെ സന്തോഷപരമായിട്ട് ആയി നടത്താം. ഉസ്കി ഷാദി ഈ അദ്ദേഹത്തിൻ്റെ കല്യാണം ഏക് ഗാരു ലഡ്കീസെ ഒരു ഗാരു പെൺകുട്ടിയുമായി കറുവാദിഗൈ നടത്തപ്പെട്ടു. ഔർ ഇസ് തറഹ് ഇപ്രകാരം, മാഹൗൽ സിറ്റുവേഷൻ ഖുശ്ഗുവാർ ഹോ ഗയ സന്തോഷഭരിതമായി. കുച്ച് ലോഗോं की राय है कि ये वाक़या पहले सदी क़ब्ल मसीह का है. കുച്ച് ലോഗോം കി കുറച്ച് ആളുകളുടെ രായഹെ അഭിപ്രായമാകുന്നു. അപ്പോൾ കുറച്ച് ആളുകളുടെ അഭിപ്രായം, കുറച്ച് ചരിത്രകാരന്മാരുടെ അഭിപ്രായം, കുച്ച് ലോഗോം കി രായഹെ കുറച്ച് ആളുകളുടെ അഭിപ്രായമാകുന്നു. എന്തെന്നാൽ ഈ സംഭവം പഹ്ലെ സ്വദി ഖബുൽ മസീഹ് കാ ഹെ, ആദ്യ നൂറ്റാണ്ട്. പഹ്ലെ സ്വദി പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ട്. ഖബിലെ മസീഹ് കാ ഹെ, ഖബിലെ മസീഹ് എന്ന് പറഞ്ഞാൽ BC, ബിഫോർ ക്രിസ്തു. അപ്പോൾ BC ആദ്യ നൂറ്റാണ്ടിലാണ് ഈ സംഭവം എന്നാണ് കുറച്ചാളുകളുടെ അഭിപ്രായം. ഓക്കെ, കുച്ച് ലോഗോം കി രായഹെ കുറച്ചാളുകളുടെ അഭിപ്രായമാകുന്നു. എന്തെന്നാൽ ഈ സംഭവം പഹ്ലെ സ്വദി ഖബിലെ മസീഹ് കാ ഹെ, ഖബിലെ മസീഹ് അഥവാ BC ആദ്യ നൂറ്റാണ്ടിലാണ് ഈ സംഭവം എന്നാണ് കുറച്ചാളുകളുടെ അഭിപ്രായം. आज कोच विहार का इलाका मगरिबी बंगाल में शामिल है. आज ഇന്ന് ഇപ്പോൾ കോച്ച് വിഹാർ കാ ഇലാക്ക, കോച്ച് വിഹാറിൻ്റെ പ്രദേശം, കോച്ച് വിഹാർ നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ, ആദ്യമായിട്ട് അവർ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കോച്ച് വിഹാർ പറഞ്ഞിരുന്നു. അപ്പോൾ കോച്ച് വിഹാറിൻ്റെ പ്രദേശം, ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശം, മഗ്രിബി ബംഗാൾ മേം ഷാമിൽ ഹെ, പശ്ചിമ ബംഗാളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് പശ്ചിമ ബംഗാളിൻ്റെ ഭാഗമാണ്. ആജ് കോച്ച് വിഹാർ കാ ഇലാക്ക മഗ്രിബി ബംഗാൾ മേം ഷാമിൽ ഹെ, ഇന്ന് കോച്ച് വിഹാറിൻ്റെ പ്രദേശം പശ്ചിമ ബംഗാളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. കഹാ ജാതാ ഹെ गारू कबीले के कुछ लोग कोच विहार में बस गए थे.
കഹാ ജാത്ത ഹെ പറയപ്പെടുന്നു, കഹാ ജാത്ത ഹെ പറയപ്പെടുന്നു. എന്തെന്നാൽ ഗാരു കബീലേക്ക് കുച്ച് ലോഗ്, ഗാരു സമൂഹത്തിന്റെ കുറച്ച് ആളുകൾ, ഗാരു കബീലേക്ക് കുച്ച് ലോഗ് കുറച്ച് ആളുകൾ കോച്ച് വിഹാർ മേ, കോച്ച് വിഹാറിൽ ബസ് ഗയത്തെ താമസമാക്കിയിരുന്നു. അപ്പൊ കോച്ച് വിഹാർ തന്നെ സ്ഥിരതാമസമാക്കിയിരുന്നു കുറച്ചാളുകൾ. ഗാരു കബീലേക്ക് കുച്ച് ലോഗ്, ഗാരു സമൂഹത്തിലെ കുറച്ചാളുകൾ. आज भी कोच विहार और आसपास के इलाके में गारो कबीले के लोग आबाद है. आज भी इन्नुം കോച്ച് വിഹാറും और ആസ്പാസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള അർത്ഥം. അപ്പം അടുത്തുള്ള ഇലാക്കയമേ പ്രദേശങ്ങളിലും, കോച്ച് വിഹാറിലും അടുത്തുള്ള പ്രദേശങ്ങളിലും, ആസ്പാസ് കെ ഇലാക്കാമേ അടുത്തുള്ള പ്രദേശങ്ങളിലും ഗാരു കബീലേക്ക് ലോഗ് ഗാരു സമൂഹത്തിലെ ആളുകൾ ആബാദ് ഹെ താമസിക്കുന്നു. അപ്പോൾ ഇന്നും കോച്ച് വിഹാർ ഔർ ആസ്പാസ് കെ ഇലാക്കമേ കോച്ച് വിഹാറിലും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഗാരു കബീലേക്ക് ലോഗ് ഗാരു സമൂഹത്തിലെ ആളുകൾ ആബാദ് ഹെ താമസിക്കുന്നുണ്ട്. അബ് ഇപ്പോൾ ജലൻപ ഔർ ബുങ്കിപ്പാനെ, ജലൻപായും ബുങ്കിപ്പായും അപ്നെ കബീലേക്കോ തങ്ങളുടെ സമൂഹത്തിന് ഗാരു പഹാഡി കി വാദിയോമേ ഗാരു പർവ്വതങ്ങളുടെ താഴ്വരയിൽ, പഹാഡി എന്ന് പറഞ്ഞാൽ പർവ്വതം, ഗാരു പർവ്വതങ്ങളുടെ താഴ്വരകളിൽ ചലിനേക്ക് ചലിക്കാനുള്ള സ്വലാഹദി കഴിവ് നൽകി. അബ് ഇപ്പോൾ ജലൻപ ഔർ ബുങ്കിപ്പ, ജലൻപായും ബുങ്കിപ്പായും അപ്നെ കബീലേക്കോ തങ്ങളുടെ സമൂഹത്തിന് ഗാരു പഹാഡി കി വാദിയോമേ ഗാരു പർവ്വതങ്ങളുടെ താഴ്വരകളിൽ ചലിനേക്ക് ചലിക്കാനുള്ള സ്വലാഹദി കഴിവ് നൽകി. വാദ്യം എന്ന് പറഞ്ഞാൽ താഴ്വരകൾ. ഏ വാദി ബേഹദ് ഖൂബ്സൂറത്ത് തി, ഏ വാദി ഈ താഴ്വര, ഈ ഗാരു പഹാഡി അഥവാ നമ്മുടെ ഗാരു പർവ്വതത്തിന്റെ താഴ്വര. ഏ വാദി ഈ താഴ്വര ബേഹദ് അതിരില്ലാത്ത ഖൂബ്സൂറത്ത് തി സൗന്ദര്യമായിരുന്നു, ഭംഗിയായിരുന്നു, മനോഹരമായിരുന്നു. അപ്പൊ ഈ താഴ്വര അത്രയും മനോഹരമായിരുന്നു. ബേഹദ് എന്നാൽ അതിരില്ലാത്ത. യഹാം കെ പഹാഡി ജർനെ ജംഗലി ഫൂൽ फल जड़ी बोटियाँ जानवर और परिंदे माहौल को बेहद खूबसूरत बना रहे थे. യഹാം കെ ഇവിടെയുള്ള ഈ താഴ്വരയിലുള്ള പഹാഡി ജർനെ പർവ്വതത്തിൽ നിന്ന് വരുന്ന അരുവി, ജർനെ എന്ന് പറഞ്ഞാൽ അരുവി, പർവ്വത അരുവിയും ജംഗലി ഫൂൽ കാട്ടുപൂക്കളും ഫൽ പഴങ്ങളും അതുപോലെ ജഡി ബോട്ടിയ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ്, ഈ ഔഷധ സസ്യങ്ങൾ, ജഡി ബോട്ടിയ ഔഷധ സസ്യങ്ങളും ജാൻവർ മൃഗവും അതുപോലെ ഔർ പരിന്തെ പക്ഷികളും മാഹൗൽക്കോ ചുറ്റുപാടിനെ ബേഹദ് അതിരില്ലാത്ത പരിധിയില്ലാത്ത ഖൂബ്സൂറത്ത് ബനാരഹത്തെ ഭംഗി നൽകിയിരുന്നു. ബനാരഹത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരുന്നു, ഭംഗി ഉണ്ടാക്കിയിരുന്നു, സൗന്ദര്യം ഉണ്ടാക്കിയിരുന്നു. ഒന്നുകൂടെ നോക്കാം. യഹാം കെ ഇവിടെയുള്ള പഹാഡി ജർനെ പർവ്വത അരുവിയും ജംഗലി ഫുൽ കാട്ടുപൂവ്, ഫൽ പഴം, ജഡി ബോട്ടിയ ഔഷധ സസ്യങ്ങൾ, ജാൻവർ മൃഗം, ഔർ പരിന്തെ പക്ഷികൾ, മാഹൗൽക്കോ ചുറ്റുപാടിനെ, മാഹൗൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ്, മാഹൗൽക്കോ ചുറ്റുപാടിനെ ബേഹദ് പരിധിയില്ലാത്ത അതിരില്ലാത്ത ഖൂബ്സൂറത്ത് ഭംഗി ബനാരഹത്തെ ഉണ്ടാക്കിയിരുന്നു. ജമീൻ ബി ജർഖേസ് തി, ജമീൻ ബി ഭൂമിയും, ജർഖേസ് തി, ജർഖേസ് എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ടമായത് എന്നർത്ഥം, ഫലഭൂഷ്ടമായത്. ഭൂമിയും ഫലഭൂഷ്ടമായതായിരുന്നു. ജമീൻ ബി ജർഖേസ് തി, ഭൂമിയും ഫലഭൂഷ്ടമായതായിരുന്നു. ഇസ്ലിയെ ഇത് കാരണം ഉനോനെ അവർ വഹീം ഇവിടെ തന്നെ ബസ്നേക്ക താമസിക്കാനുള്ള ഫൈസലാക്കിയ എന്നാൽ തീരുമാനിച്ചു, താമസിക്കാനുള്ള തീരുമാനമെടുത്തു. ഇസ്ലിയെ ഇത് കാരണം ഉനോംനെ അവർ വഹീം ഇവിടെ തന്നെ ബസ്നേക്ക താമസിക്കാനുള്ള ഫൈസലാക്കിയ തീരുമാനമെടുത്തു, താമസിക്കാൻ തീരുമാനിച്ചു. आज ये इलाका गारू कबीले की असल रहाइश का इलाका बन गया है. आज ഇന്ന് ये इलाका ഈ
ഈ പ്രദേശം ഗാരു കബീലേക്ക് ഗാരു സമൂഹത്തിൻ്റെ അസുൽ രഹായിഷ്ക ഇലാക്ക. അസുൽ രഹായിഷ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന എന്ന് പറഞ്ഞ അടിസ്ഥാന താമസ എന്നൊക്കെ പറയാം. അടിസ്ഥാന താമസത്തിൻ്റെ അസുൽ രഹായിഷ്, അടിസ്ഥാന താമസത്തിൻ്റെ രഹായിഷ്ക താമസത്തിൻ്റെ ഇലാക്ക പ്രദേശം ബൻഗയാഹെ ആയിട്ടുണ്ട്. ആജ് ഇലാക്ക ഇന്ന് ഈ പ്രദേശം ഗാരു കബീലേക്ക് ഗാരു സമൂഹത്തിൻ്റെ അസുൽ രഹായിഷ്ക ഇലാക്ക അടിസ്ഥാന താമസത്തിൻ്റെ സ്ഥലം ബൻഗയാഹെ ആയിട്ടുണ്ട്. ഗാരു കബീല ഉസെ മുഖദ്ദസ് ജമീൻ മാൻതാ ഹെ. ഗാരു കബീല ഗാരു സമൂഹം ഉസെ അതിനെ ഈ പ്രദേശത്തെ, ഉസെ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ, മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ പവിത്രമായ എന്നൊക്കെ അർത്ഥം. പവിത്രമായ ജമീൻ ഭൂമിയായിട്ട് മാൻതാഹെ അംഗീകരിക്കുന്നു. അപ്പോൾ പവിത്ര ഭൂമിയായി അംഗീകരിക്കുന്നു. മുഖദ്ദസ് ജമീൻ പവിത്ര ഭൂമി. ഗാരു കബീല ഉസെ മുഖദ്ദസ് ജമീൻ മാൻതാഹെ പവിത്ര ഭൂമിയായിട്ട് അംഗീകരിക്കുന്നു. गारू शुरू से ही कुदरत के मुख्तलिफ वसाइल की तलाश को ही अपना शौक मानते हैं. गारू ജനങ്ങൾ ഗാരു സമൂഹം തുടക്കത്തിൽ തന്നെ ഖുദ്റത്ത് കെ കഴിവിൻ്റെ ശക്തിയുടെ മുഖ്തലിഫ് വസായിൽ എന്നാൽ വ്യത്യസ്ത വഴികൾ തലാഷ് കോഹി അന്വേഷിക്കുന്നതിൻ്റെ സെർച്ച് ചെയ്യുന്നതിനെ അപ്ന ഷൗക്ക് മാൻതേ ഹെ തങ്ങളുടെ ആഗ്രഹമായി കണക്കാക്കിയിരുന്നു. ഷൗക്കാണ് ആഗ്രഹം, തങ്ങളുടെ ആഗ്രഹമായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഗാരു ഷുറോസേഹി ഗാരു ആളുകൾ തുടക്കത്തിൽ തന്നെ ഖുദ്റത്ത് കെ മുഖ്തലിഫ് വസായിൽ കി തലാഷ് കോ ഖുദ്റത്തിൻ്റെ കഴിവിൻ്റെ അല്ലെങ്കിൽ ശക്തിയുടെ, ഖുദ്റത്താണ് ശക്തി, അതുപോലെ ദൈവത്തിനും അള്ളാഹുവിനും ഖുദ്റത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശക്തിയുടെ മുഖ്തലിഫ് വസായിൽക്ക് വ്യത്യസ്ത വഴികളെ തലാഷ്കോ അന്വേഷിക്കുന്നതിനെ അപ്ന ഷൗക്ക് മാൻതാഹെ തങ്ങളുടെ ആഗ്രഹമായി മാൻതാഹെ കണക്കാക്കിയിരുന്നു, അംഗീകരിച്ചിരുന്നു. जंगलों में घूमना, फल फूलों, अनाज, जड़ी बूटियां की तलाश करना, खेती के लिए ज़रख़ेज़ ज़मीन की पहचान करना उन्होंने शुरू से ही पसंद रहा है. അപ്പോൾ വഴികൾ പറഞ്ഞിരുന്നു, പല കഴിവിൻ്റെ പല വഴികൾ എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ആ കഴിവുകൾ എന്നുള്ളതാണ് പറയുന്നത്. ജംഗലോമേം ഗൂംന കാട്ടിൽ ചുറ്റിക്കറങ്ങുക, ഫൽ ഫൂലോം പഴങ്ങളും പൂവുകളും, അനാജ് ധാന്യങ്ങൾ, അനാജ് പറഞ്ഞാൽ ധാന്യം, ജഡി ബൂട്ടിയാം കി തലാഷ് കർണ അതുപോലെ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജഡി ബൂട്ടിയ എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ, അതിനെയും തലാഷ് കർണ അന്വേഷിക്കുക. എന്തിനൊക്കെ? പഴത്തെയും പൂവുകളെയും അതുപോലെ ധാന്യങ്ങളെയും ഔഷധ സസ്യങ്ങളെയും അന്വേഷിക്കുക. അതുപോലെ കാട്ടിൽ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് ഇത് അന്വേഷിക്കുന്നത്. അതുപോലെ खेती के लिए ज़रख़ेज़ ज़मीन की पहचान करना. खेती के लिए, खेती എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വേണ്ടി, खेती के लिए കൃഷിക്ക് വേണ്ടി, ज़रख़ेज़ ज़मीन ഫലഭൂയിഷ്ഠമായ ഭൂമി, പഹ്ചാൻ കർണ അത് കണ്ടെത്തുക, അത് മനസ്സിലാക്കുക. ഇതെല്ലാം അവർ ഷുറൂസേഹി തുടക്കത്തിൽ തന്നെ പസന്ത് രഹാഹെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ പല വഴികൾ, കഴിവിൻ്റെയും ശക്തിയുടെയും ഒക്കെ പല വഴികൾ അവരുടെ ഒരു ജീവിത മാർഗമായി കണ്ടിരുന്നു. അതിന് കാട്ടിലൂടെ ചുറ്റിക്കറങ്ങുക, പഴങ്ങളും പൂവുകളും ധാന്യങ്ങളും അതുപോലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്ക് വേണ്ടി കണ്ടെത്തുക, ഇതൊക്കെ അവർ ആദ്യം മുതൽ തുടക്കത്തിൽ തന്നെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ജംഗലോമേം ഗൂംന കാട്ടിൽ ചുറ്റിക്കറങ്ങുക, ഫൽ ഫൂലോം പഴങ്ങളും പൂവുകളും, അനാജ് ധാന്യങ്ങൾ, ജഡി ബൂട്ടിയാം കി തലാഷ് കർണ ഔഷധ സസ്യങ്ങൾ കണ്ടെത്തുക, സെർച്ച് ചെയ്യുക, തിരയുക. खेती के लिए ज़रख़ेज़ ज़मीन की पहचान करना കൃഷിക്ക് വേണ്ടി ഫലഭൂയിഷ്ഠമായ മണ്ണ് കണ്ടെത്തുക, മനസ്സിലാക്കുക. ഉനേം ഷുറൂസേഹി അവർ തുടക്കത്തിൽ തന്നെ പസന്ത് രഹാഹ ഇഷ്ടപ്പെട്ടിരുന്നു.
आज भी गारू कबीले को लोग अपने रिवायती हुनर को कायम रखे हुए हैं. आज भी ഇന്നും ഗാരു കബീലയ്ക്ക് ലോഗ് ഗാരു സമൂഹത്തിലെ ആളുകൾ ഇന്നും ഗാരു കബീലയ്ക്ക് ലോഗ് ഗാരു സമൂഹത്തിലെ ആളുകൾ അപ്നെ റിവായത്തി ഹുനർക്കോ അപ്നെ തങ്ങളുടെ റിവായത്താണ് പരമ്പരാഗതമായ റിവായത്തി ഹുനർ പരമ്പരാഗതമായ മഹത്വം ഹുനർ എന്നാണ് മഹത്വം. അപ്പോൾ പരമ്പരാഗതമായ മഹത്വത്തെ റിവായത്തി ഹുനർക്കോ പരമ്പരാഗതമായ മഹത്വത്തെ കായിം രഖേ ഹുയേ ഹെ കായിം രഖ്ന എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. അപ്പോൾ നിലനിർത്തുന്നുണ്ട്. ആജ് ബി ഗാരു കബീലയ്ക്ക് ലോഗ് ഇന്നും ഗാരു സമൂഹത്തിലെ ആളുകൾ അപ്പനെ റിവായത്തി ഹുനർക്കോ തങ്ങളുടെ പരമ്പരാഗതമായ മഹത്വം കായിം രഖേ ഹുയേ ഹെ നിലനിർത്തുന്നുണ്ട്. गारू कबीला और गारू तहजीब हिंदुस्तान की शान है. गारू कबीला गारू സമൂഹവും और गारू तहजीब गारू സംസ്കാരവും ഗാരു കബീല और ഗാരു തഹസീബ് ഗാരു സമൂഹവും അതിൻ്റെ സംസ്കാരവും ഹിന്ദുസ്ഥാൻ കി ഷാൻ ഹെ ഹിന്ദുസ്ഥാൻ്റെ മഹത്വമാകുന്നു. ഗാരു സമൂഹവും ഗാരു സമൂഹത്തിൻ്റെ തഹസീബ് പറഞ്ഞാൽ സംസ്കാരവും ഹിന്ദുസ്ഥാൻ കി ഷാൻ ഹെ ഹിന്ദുസ്ഥാൻ്റെ മഹത്വമാണ്. ഓക്കെ, നമ്മുടെ ഗാരു എന്നുള്ള ചാപ്റ്റർ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഏകദേശമല്ല, അതിൻ്റെ പാഠഭാഗം അവസാനിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നോക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും വായിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.